ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒബമാങ്ങിൻ്റെ കാർഡ് എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയില്ല, പക്ഷെ കിട്ടിയവരുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. കാരണം പുള്ളിയുടെ ഒരു ബിഗ് ടൈം കാർഡ് വന്നേച്ച് ഡോട്ട്മുണ്ടിൻ്റെ, അത് കിട്ടാത്തവരുണ്ടാവും. പക്ഷെ ഈ കാർഡ് അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. നമുക്ക് ആ ഒരു പഴയ ഒബമാങ്ങിന് കിട്ടിയ ഒരു ഫീൽ തന്നെ ഉണ്ട്. ആള് ആ ഒരു ലെവലല്ലെങ്കിൽ ആളുടെ മൂവ്മെന്റിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം സ്പീഡൊക്കെ ഉണ്ട്, പക്ഷെ ആ പണ്ടത്തെ ആ OG ലെവലാണെന്നല്ല, 2018 പക്ഷെ എന്നാലും അത്യാവശ്യം അടിപൊളി സ്ട്രൈക്കർ തന്നെയാണ്. ഇത് കിട്ടിയ പിന്നെ ഞാൻ ഈ ഈ ഒരു കാർഡ് തന്നെയാണ് ഉപയോഗിക്കല്. അങ്ങനെ ഒബമാങ്ക് റിട്ടേൺ ആയിട്ടുണ്ട് ഫൈനലി. ഇപ്പൊ നമുക്ക് ഈ ഗോളി നോക്കിയാൽ കാണാം, ആള് അടിച്ച് നല്ലോണം കിക്കിംഗ് പവർ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അടിച്ച് തുളച്ചാണ് ആള് കയറ്റുന്നത്. ആളുടെ ഒഫൻസീവ് പവറിനെ വെച്ചാൽ ആള് നന്നായിട്ട് തന്നെ മേളിലേക്ക് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. പല ഗോളിൽ നോക്കിയാലും കാണാം. പിന്നെ ആളുടെ ലിങ്കപ്പ് പ്ലേയും അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഈ ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Manchester United! And what a start! Well, talking about stepping things up from the off, that's how you start a football match. The goal scored for Manchester United after 5 minutes is number 97, Pierre-Emerick Aubameyang. Some heroic goalkeeping, but even that couldn't save them this time. Yeah, his instinct told him that the keeper would struggle to cope with that, so top marks for him following up. I think it's really sharp play, it was well read, and he was a little quicker than everybody else. ആളുടെ ലിങ്കപ്പ് പ്ലേ എന്താണ് നമുക്ക് ഈ ഒരു പാസിൽ അറിയാം. ആളെ എങ്ങനെയാണ് ആ ബീറ്റ് ചെയ്ത് ആ പാസ് വെച്ച് കൊടുത്തതെന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഇറങ്ങി വന്ന് ബോൾ എടുത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങിയില്ല, എന്നാലും ബോക്സിന്റെ പുറത്തൊക്കെ വന്ന് ലിങ്കപ്പ് പ്ലേ ഒക്കെ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. ഒരു അല്ല 2-man സിസ്റ്റത്തിൽ അടിപൊളിയാണ്. അല്ലാതെയും ആള് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആളുടെ കിക്കിംഗ് പവർ വെച്ച് ആൾ അടിച്ച് പൊളിക്കണത്. Number 97, Pierre-Emerick Aubameyang. Pierre-Emerick Aubameyang. സ്വന്തം ടീമിന്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ റണ്ണ് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആള് ബോക്സിലേക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഓടും. They have their equaliser. Now listen, the writing was on the wall. It looked like this was going to happen, and it has. Look, there just wasn't much of a gap to begin with, and to find it, I think. നേരത്തെ പറഞ്ഞ ആ ലിങ്കപ്പ് പ്ലേ നമുക്ക് ഇവിടെ കാണാം. ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിങ്കപ്പ് പ്ലേ 2-man CF ആണെങ്കിൽ ആൾ OG ആയിരിക്കുള്ളൂ. They must never know when they're beaten. Clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. Pierre-Emerick Aubameyang. Way out of the blocks here. The goal scored Clearly for Manchester executed that United with considerable after confidence. 3 minutes It only took seconds to score once the ball was recovered. മറ്റേ ഫസ്റ്റ് ടൈം ഷോട്ടിന്റെ സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോക്സിൽ ഏത് നേരവും ഉണ്ടാവും ആള്. പുള്ളിയുടെ ആ ഷോട്ടാണെങ്കിൽ അത്യാവശ്യം പെർഫെക്ഷനൊക്കെ ആ ഒരു പഴയ റേഞ്ച് തന്നെ ഉണ്ട്. നമുക്ക് ആ നേരത്തെ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്തിരുന്ന വെച്ചാൽ ആ ഒരു പവർ കിട്ടുന്നുണ്ട് ഈ കാർഡിൽ. അത് സൗദിയിലായിരുന്നു, പിന്നെ ഇപ്പൊ വീണ്ടും ലീഗ് വണ്ണിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ അടുത്ത 2 കളി കഴിയുമ്പോഴേക്ക് ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. അത് കഴിയുമ്പോൾ എന്തായാലും മാച്ചുകൾ വരും. ആളുടെ എന്തായാലും വേറെ കാർഡുകൾ എന്തായാലും വരും. പിന്നെ ആളുടെ ഹെഡിങ് എബിലിറ്റി ആണ്. ആളുടെ നമുക്ക് നോക്കുമ്പോൾ സ്റ്റാറ്റസിൽ അധികം ഹെഡിങ് എബിലിറ്റി ഒന്നും ഇല്ല, പക്ഷെ ആള് എന്തായാലും ബോൾ വരുമ്പോൾ അവിടെ ഉണ്ട്. ബോക്സിലോട്ടുള്ള റണ്ണ് തന്നെയാണ് ആളുടെ മെയിൻ ആയിട്ട്. അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഹെഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ബോൾ കൺട്രോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് പുള്ളിക്ക്. സോ എന്തുകൊണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെർത്തായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. കിട്ടിയിട്ട് ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്കൊരു പഴയ ഫീലൊക്കെ എന്തായാലും കിട്ടാതിരിക്കില്ല. Doesn't he just? Oh, he's been unstoppable in this match. Number 97, Pierre-Emerick Aubameyang. Pierre-Emerick Aubameyang.
take, but that is where it stops. It's easy to say it, but difficult to stop it when runs in behind are being made like that. എന്തായാലും നിങ്ങൾ ഈ യൂസ് ചെയ്യുമ്പോൾ ആളുടെ മെയിൻ എബിലിറ്റീസ് വെച്ചിട്ട് കളിപ്പിക്കുക. ആൾ ഹെഡറൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പ് ഹെഡറാണെന്നല്ല, ആൾ ബോക്സിൽ തന്നെ ബോളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് വരുമ്പോൾ എന്തായാലും ബോക്സ് ഉണ്ട്. ഒരു പ്യുവറായിട്ടുള്ള ഗോൾ പൗച്ചർ തന്നെയാണ്. പക്ഷേ ആളുടെ എബിലിറ്റി ഉപയോഗിച്ച് കളിപ്പിക്കുകയാണ്. അത്യാവശ്യം നല്ല ത്രൂ പാസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. അതുപോലെ എന്താണ് ആളുടെ എബിലിറ്റി, അത് ഉപയോഗിച്ച് കളിച്ച് കഴിഞ്ഞാൽ ആൾ എന്തായാലും ഒരു പഴയ ഫീലൊക്കെ എന്തായാലും തരും. അപ്പോൾ ഈ കളി കിട്ടിയവരുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുക. ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടായില്ല എന്നൊക്കെ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഏതെങ്കിലും ഒരു പ്ലെയറോ അല്ലെങ്കിൽ ബിഗ് ടൈം പ്ലെയർ കിട്ടുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് വരാം.